ഞാൻ അറിയുന്ന ഒരു ഉണ്ണിയുണ്ട്. ഞങ്ങൾ വല്ല ആദ്യം ഇന്ന് മലയാള സിനിമയിൽ ഉണ്ണിമൂന്തൻ ഉണ്ടെങ്കിൽ 10-21 വർഷം മുന്നേ 21,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമയ്ക്ക് സൈൻ ചെയ്ത വ്യക്തിയാണ് ഈ മേജർ രവി. അന്ന് നിങ്ങൾ ഈ ഉണ്ണിമൂന്തനെ അറിയുപോലുമില്ല. മാടക്കൊല്ലി എന്നുള്ളൊരു സിനിമ ചെയ്യേണ്ടതായിരുന്നു. അതിനുശേഷം പിന്നെ നടന്നില്ല, അത് പോയി. അതിനുശേഷം പലയിടത്തും ഉണ്ണിമൂന്തൻ മേജർ രവി എടുത്തിട്ട് ഇടിച്ചു കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഹാപ്പിയായിട്ട് ഞങ്ങളെല്ലാം പബ്ലിഷ് ചെയ്ത് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ചോദിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ചാടരുത്. എന്നാലും ഉണ്ണിയുടെ പ്രശ്നം എന്താണ്? ഉണ്ണി ഇടിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന് എന്താ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പം അത് വിട്. കാരണം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എൻ്റെ വീടിനടുത്താണ് ആ ഒരു സ്ത്രീ 4 വയസ്സുള്ള പെഞ്ച് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നദിയിലെറിഞ്ഞു. നമ്മൾ ആദ്യം എന്താ പറയുക? ആ ഒരു തള്ളയായിട്ട് ചെയ്ത ഇങ്ങനെയുള്ള ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യും. പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴല്ലേ അറിഞ്ഞത് എന്താണെന്നുള്ളത്. ഒരമ്മയുടെ ആ ഒരു കുട്ടീനെ ഇതുപോലെ ഒരുത്തൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് പിന്നെ ഈ അമ്മ ആലോചിക്കാൻ എന്തിനാണ് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത്? അപ്പം ആദ്യം നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ എല്ലാവരും കൂടെ അമ്മേനെയും കുറ്റം പറയും. അതിന് കാരണം എന്താണ്? അത് ഭർത്താവിൻ്റെ അനിയനാണ്, ഞങ്ങളെല്ലാം പിന്നീടാണ് വരുന്നത്. അതുപോലെ ഉണ്ണിമൂന്നിന്റെ വെയിറ്റ് ചെയ്യും. സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഉണ്ണിമൂന്നൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് കണ്ണാടി പൊട്ടിച്ചു, അടിച്ച് ദേഹോദരം ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ഉണ്ണിമൂന്നൻ. കറക്റ്റ്. ഭയങ്കര ടെക്നിക്കാണ് കണ്ണാടി മാത്രം പൊട്ടിക്കുന്നത്. അത് സംഭവം പഠിക്കണം. അതായത് പറയുന്ന മുഴുവൻ കംപ്ലീറ്റ് ചെയ്യത്തില്ല. പറയുന്ന മുഴുവൻ, അതായത് അദ്ദേഹം വിപിനെ വിളിച്ചു വന്നപ്പോൾ വിപിൻ കണ്ണാടി ധരിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. കണ്ണാടി ഊരാൻ പറഞ്ഞു. അതായത് അദ്ദേഹം ചെയ്ത തെറ്റുകൊണ്ട് അദ്ദേഹം മുഖത്ത് നോക്കി സംസാരിച്ചില്ല. പെട്ടെന്ന് തന്നെ പ്രഭാതത്തിൽ അതായത് കണ്ണാടി ഊരി അത് പൊട്ടിച്ചു. അത് വാസ്തവമാണ്. പക്ഷേ അദ്ദേഹത്തെ ദേഹോദരവ് ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം 6 വർഷമായി അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. പക്ഷെ പല സെറ്റുകളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഒരു നടി അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അത് രമ്യതയിലാക്കിയത് ഉണ്ണിമൂന്നനാണെന്നും പറയുന്നു. പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. പക്ഷെ ഇത് ആർക്കും വിശ്വസിക്കാറില്ല. ഇന്നലെ ക്യാമറ മുന്നിൽ പിന്നെ കുറെ സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ ദേഹോദരം എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഇന്ന് ഉണ്ണിമൂന്തൻ വന്നിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല, കണ്ണാടി മാത്രമേ പൊട്ടിച്ചുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? ജെന്യൂനിറ്റി വേണ്ട. ഉണ്ണിമൂന്തൻ എന്ന് പറഞ്ഞ ഒരു പബ്ലിക് ഫിഗറാണ്. ഞാൻ ഇന്ന് കാലത്ത് ഞാൻ ഉണ്ണിയെ വിളിച്ചിരുന്നു. അവൻ ഫോൺ എടുത്തിട്ടില്ല. അവനറിയാൻ ഞാൻ വിളിച്ചെന്നാണ് സംസാരിക്കാന്നില്ല. അപ്പൊ അവൻ വിളിച്ചിട്ടില്ല. ഉണ്ണിമൂന്തൻ കണ്ണാടി മാത്രമേ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും അത്. നീ എന്തിനും ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ ഒരു കാര്യം ഞാൻ ഉണ്ണി കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മമ്മൂക്ക തന്നൊരു കണ്ണാടിയുണ്ട് മെഷർമെന്റ് കഴിച്ചപ്പം. ഞാനത് ഇട്ട് വരുമ്പോ പറയാം, നീ അന്ന് പൊട്ടിക്കല്ലേ. അല്ലല്ല, ആ കണ്ണാടിയോടുള്ള വിദ്വേഷം കൊണ്ടാണെന്നോ? വിപിൻ അടിച്ചത് കറക്റ്റ്.